ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. ഇതേ കർക്കിടക 1-ാം തീയതിയാണ്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞാനും അമ്പലത്തിൽ പോയി തിരിച്ച് വീട്ടിൽ വന്ന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കഴിച്ചത്. ചില 1-ാം തീയതി ഞങ്ങൾക്ക് കിട്ടുന്ന പണിയാണ് എനിക്കും മോനുസിനും പുറത്തുനിന്ന് കഴിപ്പ്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഈ മാസത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഓർമ്മയിലുള്ളതെന്ന് വെച്ചാൽ, കാരണം എൻ്റെ അമ്മയുടെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് പുള്ളിക്കാരി കാരണം നല്ല സദ്യ ഉണ്ടാക്കും കേട്ടോ, അടിപൊളി സദ്യയാണ് പുള്ളിക്കാരി ഉണ്ടാക്കിയിട്ട്. മോർണിംഗിലാണെങ്കിൽ ഈവൻ അന്നത്തെ സമയത്ത് ഈ പേസ്റ്റും ഈ ഉമ്മിക്കിരിയൊക്കെ ആണല്ലോ, അതൊക്കെ ഈ ഈക്കിലൊക്കെ എടുത്ത് ഇന്നിങ്ങനെ ഇതെടുത്ത് ഈ ആത്മാക്കൾക്ക് പല്ല് തേക്കാനും നാക്ക് പിടിക്കാനുമാണ് ഇതൊക്കെ ഒരു ഇലയിലാക്കി ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും വെള്ളമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ സ്ഥലത്തുനിന്ന് മാറി നിൽക്കണം. ഇവരൊന്ന് പല്ല് തേക്കും കുളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അന്ന് അമ്മൂമ്മ പറഞ്ഞു തന്നേക്കുന്നത്. പിന്നെ അതുപോലെ ആണെങ്കിൽ മോർണിംഗ് ആണെങ്കിൽ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആണെങ്കിലും ദോശ ആയാലും എല്ലാം വെച്ചിട്ട് ആ റൂം അടച്ചു വെച്ചിട്ട് ആരും ശബ്ദിക്കാനൊന്നും പാടില്ല, കാരണം അവർ വന്ന് കഴിക്കണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെയാണ് ഉച്ചയ്ക്ക് സദ്യയും. നല്ല അടിപൊളി സദ്യ ഉണ്ടാകും. കുറേ അവിയൽ, തോരൻ, എന്താ പറയുക, എൻ്റെ ഒരു 10-12 കൂട്ടം കറികളൊക്കെ കാണും. ഇതൊക്കെ വെച്ച് സദ്യ ഉണ്ടാക്കി ഇതെല്ലാം ഇലയിൽ വിളമ്പി, പപ്പടം വെക്കൂല എനിക്ക് ഓർമ്മയില്ല, ഇതെല്ലാം വിളമ്പി ഇങ്ങനെ വെച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ആ വെള്ളം എല്ലാവർക്കും വെള്ളവും പായസം എല്ലാം വെക്കും. എന്നിട്ട് ഈ ഡോറിങ്ങനെ അടച്ചു വെച്ച് കഥക് ഒരു റൂമിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ആ റൂം അടച്ചു വെച്ചിട്ട് കുട്ടികളെല്ലാവരും പുറത്തിറക്കി നിർത്തുന്നത്. എന്നിട്ട് അവരെ ബഹളം വെക്കരുത് വിടുന്നുണ്ട്. കാരണം ആത്മാക്കൾ വർഷത്തിലൊരിക്കൽ വന്ന് ഈ ഭക്ഷണം കഴിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ അവിടെ കിടന്ന് ബഹളം വെച്ചാൽ അവർ നമ്മളെ ശപിച്ചിട്ട് പോകുമെന്നും അമ്മാവ പറയും. അപ്പോൾ ഞാനൊന്നും മിണ്ടാതിരിക്കും. ഈ ആത്മാക്കൾ ശപിച്ചാൽ എന്ത് ചെയ്യും? പണി കിട്ടത്തില്ലേ? അന്നേരം അതുകൊണ്ട് മിണ്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ കുറേ ഒരു മാക്സിമം 1/2 മണിക്കൂർ കഴിയുമ്പോഴേ പിന്നെ ഇല ചെന്ന് വെള്ളമൊക്കെ താളിച്ചിട്ട് ആ ഇലയിൽ തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് മുതിർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഇലയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. വെക്കുന്ന ഒരു 10-12 പേർക്കാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത്. കാരണം അമ്മാമ്മയുടെ അമ്മ, അമ്മാമ്മയുടെ അച്ഛൻ, അങ്ങനെ അമ്മാമ്മയുടെ ഏതൊക്കെ കാരണവന്മാരുണ്ടോ ആ കാരണവന്മാർക്ക് എല്ലാവർക്കും കൂടെയാണ് ഈ വിളവി വെക്കുന്നത്. അത്രയും ചോറ് വേസ്റ്റാണ്. അത് ഇച്ചിരിയൊന്നുമല്ല, ഒരു മനുഷ്യർക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം ചോറാണ് എൻ്റെ അമ്മാമ്മ ആ ഇലയിലെല്ലാം വിളമ്പി വെക്കുന്നത്. അതെങ്ങനെ അത് തന്നെ കാണും ഒരു 2 കിലോ അരിയുടെ സാധനങ്ങൾ ഇത്രയും പാത്രത്തിൽ തന്നെ. അന്നേരം പിന്നെ അത് കളയാൻ പറ്റുമോ? അന്നേരം ഈ കൊച്ചുമക്കളെ എല്ലാം അവിടെ പിടിച്ചിരുത്തി അമ്മമ്മ ഈ ചോറ് കഴിപ്പിക്കും. എന്നിട്ട് ഒന്നും കളയരുത്, കാരണം അവർ കഴിച്ചിട്ട് ബാക്കി നമുക്ക് നല്ലത് വരുമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കഴിപ്പിച്ചിട്ട്, പക്ഷെ അത് കഴിക്കാൻ പാടില്ല. പിന്നെ ഞാൻ അത് അറിഞ്ഞു തുടങ്ങി. അപ്പം എൻ്റെ അമ്മൂമ്മ ജീവിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കർക്കിടകം ആഘോഷിക്കുന്നത്. കാരണം പുള്ളിക്കാരിക്കാണെങ്കിൽ ഈ കർക്കിടക സമയത്ത് ഇങ്ങനെയൊക്കെ വെച്ച് വിളമ്പുന്ന ആ പുള്ളിക്കാരുടെ കാരണന്മാർക്ക് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പുള്ളിക്കാരി നല്ലോണം ഫുഡ് ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. അന്നേരം അമ്മാമ്മയുടെ ഓർമ്മ എനിക്ക് അതാണ്. ഞാൻ എപ്പോഴും ഈ കർക്കിടക സമയമാകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പിന്നെ പുള്ളിക്കാരി പോയിട്ട് ഇപ്പോൾ 10-23 വർഷത്തിന് മേലെയായി. കാരണം മുത്തശ്ശി എന്ന് പറയുമ്പോഴില്ല, അമ്മാമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതൊരു വ്യക്തിക്കും ദേഷ്യമൊക്കെ ഉള്ള ആൾ തന്നെ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പുള്ളിക്കാരി ഈ കൊച്ചുമക്കളെ ഭയങ്കര സ്നേഹിച്ച ഒരു സ്ത്രീ തന്നെയെന്ന് പറയാം. ഭയങ്കര സ്നേഹമായിരുന്നു. പ്രത്യേകിച്ച് എന്നോടും എൻ്റെ സിസ്റ്ററോടൊക്കെ ആ മുത്തശ്ശിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഭയങ്കര സ്നേഹം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്നേഹം തന്നെ ആയിരുന്നു. പക്ഷെ എന്തോ ആ പുള്ളിക്കാരി ദൈവത്തിൻ്റെ അടുത്ത് പോയി. കാരണം എല്ലാവർക്കും കൊടുക്കാൻ നല്ല മനസ്സുള്ള ഒരു പുള്ളിക്കാരിയായിരുന്നു. പക്ഷെ അമ്മയുടെ മക്കൾക്കൊന്നും ആ മനസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ, ഉള്ള സത്യം പറയാം. ഇനി ഓടിച്ചിട്ട് തല്ലിയാലും ഞാൻ പറയാം, ആ അമ്മയുടെ മക്കൾക്കൊന്നും ആ അമ്മയുടെ മനസ്സ് കിട്ടിയിട്ടില്ല. അന്നേരം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു മാസത്തിൽ അങ്ങനെ. പിന്നെ ഓണമാകുമ്പം പിന്നെ ഓണത്തിൻ്റെ ബഹളവും കാര്യങ്ങളും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ, റംസാൻ, നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ഉണ്ടോ, ഏതെല്ലാം ഫംഗ്ഷൻ ഉണ്ടോ അതെല്ലാം ഫെസ്റ്റിവലും ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ എൻ്റെ ബർത്ത്ഡേ വരെ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇതിനെല്ലാം പുതിയ ഡ്രസ്സ് ഇടണം, അങ്ങനെ ഒരു സ്വഭാവമുള്ള. പിന്നെ എല്ലാ ഒരു 1-ാം തീയതിയിലും എനിക്ക് എത്രത്തോളം ഞാൻ മിക്ക 1-ാം തീയതികളും പുതിയ ഡ്രസ്സ് യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് കടയിൽ നിന്ന് എടുത്തുകൊണ്ടൊന്നും ഇടാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്കിത് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇട്ടില്ല കേട്ടോ. ഇന്ന് ഇടാഞ്ഞെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇത് ഇങ്ങനൊരു സമയമല്ല, നമ്മളിടാൻ പാടില്ലല്ലോ. പിന്നെ അങ്ങനെയാണ് ഇപ്പം അപ്പയ്ക്ക് ഇപ്പം ഈ വർഷം മുതൽ അപ്പയ്ക്ക് ബലിയിടണം. ബലിയും കാര്യങ്ങളും അപ്പയ്ക്ക് ഇടണം. കാരണം അപ്പ ഇപ്പോൾ മരിച്ചിട്ട് അപ്പ മരിച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ ബലിതർപ്പണമാണ് അപ്പയ്ക്ക് വരുന്നത്. പക്ഷെ ആണ്ട് 2ാമത്തെയാണ് വരുന്നത്. ആ ഒരു ഫസ്റ്റ് സമയത്ത് നമുക്ക് ഇടാൻ പാടില്ലല്ലോ ബലി. മരിച്ച 1 വർഷം കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് അപ്പയ്ക്ക് ബലി ഇടാൻ പോകുന്ന ഈ വർഷമാണ്. അന്നേരം അതിൻ്റെ വ്രതങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം ചെയ്യാൻ. മൂത്ത മകളല്ലേ, അന്നേരം ആ രീതി ചെയ്യണ്ടേ.
അന്നേരം പിന്നെ ഇവിടെ ഞാൻ അങ്ങനെ അപ്പയ്ക്കൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. അപ്പയ്ക്ക് അപ്പയുടെ വൈഫ് തന്നെ ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ ഇന്ന് അവിടെ പോവില്ല, അത് വേറെ സത്യം. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം ചില മനുഷ്യരുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഒരു തെറ്റും അവരോട് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളെപ്പോഴും കത്തി കൊണ്ട് കുത്തിക്കൊണ്ടേയിരിക്കും. ആ കുത്തലൊന്ന് തിളയ്ക്ക് നമ്മുടെ നെഞ്ചിലാന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ അത് കുത്തുന്ന ആ കുത്ത് ഏൽക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് ഞാൻ പറയാം, എനിക്ക് ആ കുത്ത് ഏൽക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരു വ്യക്തിക്കും ഒരു നക്കാപ്പിച്ച കൊടുത്ത് ജീവിക്കുന്ന ഒരാളല്ല. കാരണം എൻ്റെ കയ്യിലുള്ളത് അതാണ്, ഞാനത് അവർക്ക് നൽകുന്നുമുണ്ട്, ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു പൈസ മേടിച്ചിട്ട് നക്കാപ്പിച്ച കൊടുത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും വിഷമം വന്നത്. നക്കാപ്പിച്ചയല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ പ്രശ്നങ്ങൾ. ഞാനിന്നിവിടെ ജീവിക്കുന്നത് മോനുസിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ്. അവനാണ് എന്നെ നോക്കുന്നത്, പൊന്നുപോലെ നോക്കുന്നതും. പിന്നെ അവൻ്റെ അടുത്ത് കൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം അവനും അവൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ. അതിൽ എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും ഞാൻ അവനോട് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ചെയ്യാറില്ല പൊതുവേ. പിന്നെ എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നക്കാപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ ആൾക്കാർ നക്കാപ്പിച്ച മേടിക്കാതിരിക്കുകയും അതും ചെയ്യത്തില്ല. അത് മേടിച്ച് വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ നക്കാപ്പിച്ചെന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അന്നേരം ഇത് നല്ലൊരു മാസമാണ്. എല്ലാവരും നല്ല മനസ്സോടെ നല്ല രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. പിന്നെ നമ്മുടെ പൂർവിക ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നല്ലത് വെക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പുണ്യമാസമാണ് എൻ്റെ ഇതിൽ പറഞ്ഞ ഒരു പുണ്യമാസം. അമ്പലങ്ങളിൽ പോകാൻ പറ്റുന്ന സമയത്ത് അമ്പലങ്ങളിൽ പോവുക, ഈ രാമായണം കേൾക്കാം. ഇത് രാമായണം വായിക്കുമല്ലോ ഈ സമയത്തൊക്കെ എല്ലാവരും. അത് ഭാഗവതം അത് രാമായണമല്ല ഭാഗവതം കേൾക്കണമെങ്കിൽ അത് പോയിരുന്ന് കേൾക്കാം. പല അമ്പലങ്ങളിലും ഉണ്ട് അതൊക്കെ. ഞാൻ ഇന്ന് പൂർണ്ണത്രേശം എടുത്ത് പോയപ്പോൾ അവിടെയും ഇത് ഇങ്ങനെ ഇത് ഭാഗവതമാണ് എന്തോ ഒരു ഇതോടെ നടക്കുക, ശ്രദ്ധിച്ചില്ല നല്ലോണം. ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ, അത് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം അതൊക്കെ പോയി കാണുക. ഈ മനുഷ്യൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചുമ്മാ വീട്ടിനകത്ത് അടച്ചിരിക്കുമ്പോഴാണ് വേറുള്ളവരെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ വേറെ കുത്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതൊന്നുമില്ല. അമ്പലം അടുത്തുള്ളവരാണ്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സൊന്ന് ക്ലിയർ ആവും, ശാന്തമാവും. അന്നേരം ഈ കുത്തുമ്പോൾ ആലോചിക്കണം, അവിടെ ഇതെല്ലാം മനസ്സിലാക്കി വേറൊരാളും കൂടെ ഉണ്ട്. പക്ഷെ ആ ആൾ പറഞ്ഞു കൊടുക്കണം ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വ്യക്തി അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആരുടെ പേരോ ഒന്നും എടുത്ത് പറഞ്ഞില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. എനിക്കതേ പറ്റുകയുള്ളൂ. അതിൽ കൂടുതലൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല. ഉള്ളത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും മനസ്സിലാക്കുക. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങൾ പറഞ്ഞ വ്യക്തിനെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് ഒരു വരുമാനം ഉണ്ടായിട്ടല്ല. അന്നേരം നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനത്തെ കേട്ടപ്പോൾ ഒരു വിഷമമായിപ്പോയി. കാരണം ഇതൊക്കെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ആ സ്പോട്ടിൽ എൻ്റെ ചെവിയിൽ എത്തുമെന്ന് വിചാരിക്കണം. പക്ഷെ അത് വിചാരിച്ചില്ല. ആ പോസ്റ്റ് ഇട്ടെൻ്റെ ആ സ്പോട്ടിൽ തന്നെയാണ് എനിക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് വന്നത്. ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ കുത്തുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. അവരുടെ സൗകര്യത്തിന് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്നെ അതിലൊരു ക്യാരക്ടറാക്കിയിട്ട് ഒന്നും നേടാനില്ല. കാരണം നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അത് അവരുടെ ഇഷ്ടത്തിനാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിന് എന്നെ അതിനകത്ത് കൊണ്ടുവന്ന് ഇടയ്ക്ക് കുത്തിത്തിരിക്കിയിട്ട് ഒന്നും നേടാനില്ല. പിന്നെ നമ്മൾ തമ്മിൽ നാളൊരു സമയത്ത് വീണ്ടും കാണേണ്ടവരാളെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നതും നിങ്ങൾ എന്നോട് കാണിക്കുന്നതൊന്നും ഞാൻ ഒരു രീതിയിലും നിങ്ങളെ ഉപദ്രവിക്കാനും ഞാൻ വരുന്നില്ല. കാരണം എൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ മലനിടം തുപ്പി എൻ്റെ മുഖത്ത് തന്നെ വീഴുള്ളൂ. അത് എപ്പോഴും എനിക്കൊരു ഓർമ്മയുള്ള കാര്യമാണ്. ഞാൻ മലനിടം തുപ്പിയാൽ എൻ്റെ മുഖത്ത് തന്നെ വീഴുമെന്ന് എനിക്ക് ഉറപ്പുള്ളതാണ്. കാരണം ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, അതെപ്പോഴും മനസ്സിലാക്കാൻ. അത് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കത്തി എറിയുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളടുത്ത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ടറിയാം, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ വേറെ പല കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ എന്നോടൊന്ന് പറയാം നീ ഇത് ചെയ്തിട്ടാണെന്ന്. പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരു മനുഷ്യരോട് പറയാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. പക്ഷേ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി വന്ന് എന്നെ ആക്ഷേപിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി എന്തിരുന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങളെന്നെ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്. അന്നേരം ഇന്ന് ഇത്രയാണ് ഗൈസ് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കുറച്ച് പേരിൽ നിങ്ങൾക്കുള്ള അല്ല, അത് വേറൊരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്.
വേറൊന്നും വിചാരിക്കരുത്. ചില ദിവസങ്ങൾ നമുക്ക് അങ്ങനെയാണ്, നമ്മൾ പോലും അറിയാതെ കുറേ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടും. അത് ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർ നമ്മളെയാണല്ലോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെയാണല്ലോ കുത്തിയിരിക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു വിഷമം. കാരണം പുറത്തുനിന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പറയും. പക്ഷേ പുറത്തുനിന്നുള്ള വ്യക്തി അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഫീലിംഗ് വരുന്നത്. എനിവേ എന്തായിരുന്നാലും അവർക്ക് സന്തോഷം സമാധാനം കിട്ടുന്നെങ്കിൽ അവർ കിട്ടിക്കോട്ട്, അവർ പറഞ്ഞു പോട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇനി എന്ത് വേണമെങ്കിലും എന്നെ പറയാം, നിങ്ങളൊക്കെ അതിലൊരു ഇത്തിരിയെങ്കിലും സന്തോഷം ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെന്ന് ഞാനാ മനസ്സാലങ്ങ് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എനിവേ എന്നിരുന്നാലും നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കും. പക്ഷെ എന്നും എൻ്റെ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഉണ്ട്, അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ കിടക്കുന്നതിനും എഴുന്നേക്കുന്നതിനൊപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിലെപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന എന്തിനാണ് എന്നെനിക്ക് ഇന്നും ഈ നിമിഷം വരെ എനിക്കറിയില്ല. എനിവേ അതൊക്കെ ആ ഒരു വഴി കൂടെ അങ്ങ് പോയിക്കോട്ട്. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. സന്തോഷം സമാധാനം എല്ലാവരും ഇരിക്കും. നല്ലൊരു മാസമാണ്. പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.